ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ 32ാമത്തെ ജന്മദിനമാണ് ഞാനിതിവിടെ ആഘോഷിക്കുന്നത് കേട്ടോ. വലിയ ആഘോഷമൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിൽ ആഘോഷമുണ്ട്. അതായത് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ. അതായത് ക്രിസ്മസ് രാത്രിയുടെ തലേ ദിവസമാണ് നമ്മുടെ പള്ളിയിലേക്ക് ആരാധന. ആ ഒരു സമയത്ത് എല്ലാ വർഷവും മുടങ്ങാതെ, അതായത് 32 വർഷമായി ഞാനിപ്പോൾ ജനിച്ചിട്ട്. അപ്പോൾ ആ ഒരു 32 വർഷം അത്രയും വർഷവും എല്ലാ ദിവസവും എൻ്റെ ജന്മദിനത്തിൽ എനിക്ക് പള്ളിയിൽ പോകാനായിട്ട് പറ്റുന്നത് തന്നെ ഭയങ്കര അനുഗ്രഹമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഡിസംബർ 25-ന് ജനിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഇതുപോലൊരു ഭാഗ്യം കിട്ടണമെന്നില്ല. കാരണം പള്ളിയിൽ പോകാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ കുർബാന സ്വീകരിച്ച് തുടങ്ങിയ നാൾ തൊട്ട് എനിക്ക് കുർബാന സ്വീകരിക്കാനും പറ്റുന്നുണ്ട്. അതെല്ലാം ഈ ഒരു ഡേറ്റിൽ ജനിച്ചത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ഈ ഒരു ദിവസം. കാരണം പള്ളിയിൽ പോകാം, പുത്തൻ ഡ്രസ്സ് ഇടാം. എല്ലാവരും ബർത്ത്ഡേക്കൊക്കെ ഡ്രസ്സ് വാങ്ങി, പക്ഷേ ഇതേപോലൊരു ദിവസം പുത്തൻ ഡ്രസ്സുമായിട്ട് പള്ളിയിലേക്ക് പോകുക എന്ന് പറയുന്നത് പോലും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് ആ ഒരു ദിവസം തന്നെ എനിക്ക് ദൈവം എന്നെ ഭൂമിയിലോട്ട് സൃഷ്ടിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും, അവർ രണ്ടുപേരും ആദ്യമായിട്ട് അച്ഛനും അമ്മയും ആയ ഒരു ദിവസവും കൂടെയാണ് കേട്ടോ ഇന്ന്. ഞാൻ അവരെ എന്നും ഓർക്കുന്നത് പോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും കാണാനും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് വിചാരിക്കുന്ന 2 പേരാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയും അച്ഛനും കേട്ടോ. അമ്മയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, പക്ഷെ അമ്മയുടെ അച്ഛൻ ഞാൻ കണ്ടിട്ടില്ല. അമ്മയുടെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയാത്തത്. അമ്മമ്മ എൻ്റെ കൂടെ എപ്പോഴും ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയാത്തത്. പക്ഷേ അച്ഛൻ്റെ അമ്മയും അച്ഛനും എന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അച്ഛനും 2 സഹോദരങ്ങളാണ്, അവരാണുങ്ങളാണ്. അപ്പോൾ ആ വീട്ടിൽ ആദ്യമായിട്ട് ജനിച്ചൊരു പെൺകുട്ടി ഞാനാണ്. അപ്പോൾ അത്രയ്ക്കും കെയറിങ്ങും സ്നേഹവും തന്നാണ് എന്നെ അവരെ വളർത്തിയത്. അത് ഞാൻ പറയുന്നില്ല, എനിക്കതിനെപ്പറ്റി പറഞ്ഞാൽ ശരിയായില്ല. ഞാൻ ഇപ്പം ഈ ഒരു അവസരത്തിൽ ഞാനത് പറയുന്നില്ല. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും. ഇതെങ്ങനെയുണ്ട് ബർത്ത്ഡേ സ്പെഷ്യൽ? ഇതൊക്കെ എല്ലാ വർഷവും ഞാൻ ഇടുന്നതാണ് കേട്ടോ. ഈ ഒരു ദിവസത്തിൽ കൈ നിറച്ചും വള, ക്യൂടെക്സ്, മെഹന്തി, ഇതൊക്കെ ഈ എൻ്റെ ബർത്ത്ഡേ എന്ന് മാത്രമല്ല ഇടും. ഞാൻ ഈ ഒരു ദിവസം ഞാൻ സ്പെഷ്യലായിട്ടും ഇടാറുണ്ട് കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു പുതിയ ഷോർട്സ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.